കേരളത്തിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികളിലും മാരകമായ കീടനാശിനികളുടെ സാന്നിധ്യം കണ്ടെത്തി. തമിഴ്നാട്ടിൽ നിന്നെത്തുന്നവയുടെ അത്രയും ഗുരുതരമല്ലെന്ന് മാത്രം. വെള്ളായണി കാർഷിക കോളേജ് ലാബിൽ സേവ് ടു ഈറ്റ് പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം വെളിപ്പെട്ടത്. കീടനാശിനി ഉപയോഗം കുറയ്ക്കാൻ കൃഷി വകുപ്പും കാർഷിക സർവകലാശാലയും ബോധവൽക്കരണം നടത്താറുണ്ടെങ്കിലും ഫലം കാണുന്നില്ലെന്നുള്ളത് ഇതിലൂടെ വ്യക്തമായി. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ 3 മാസം കൂടുമ്പോൾ സാമ്പിൾ പരിശോധിക്കാറുണ്ട്. പക്ഷെ എന്ത് ഫലം? നമ്മളെ കൊണ്ട് കഴിപ്പിക്കുന്നത് മാരക വിഷം. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ആലപ്പുഴ, വയനാട്, കൊല്ലം ജില്ലകളിലെ 19 ബ്ലോക്കുകളിൽ നിന്നും 6 മുനിസിപ്പാലിറ്റികളിൽ നിന്നും ഒരു കോർപ്പറേഷനിൽ നിന്നും ശേഖരിച്ച 195 സാമ്പിളുകളാണ് വെള്ളായണി കാർഷിക കോളേജ് ലാബിൽ പരിശോധിച്ചത്. ക്യാപ്സിക്കം, പയർ, പാവയ്ക്ക, പച്ചമുളക് എന്നിവയിൽ അളവിൽ കൂടുതൽ കീടനാശിനി അതിൽ കണ്ടു. അതിനു മുമ്പ് കണ്ണൂർ, തൃശൂർ, എറണാകുളം ജില്ലകളിൽ നിന്ന് ശേഖരിച്ച ക്യാപ്സിക്കം, കോവയ്ക്ക, നാരങ്ങ തുടങ്ങിയവയിൽ സമാന സ്ഥിതി കണ്ടെത്തിയിരുന്നു. അടുക്കളത്തോട്ടം വ്യാപകമാക്കി ജൈവ പച്ചക്കൃഷി പരമാവധി പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിന് ഏക പോംവഴി. അതുപോലെ പലവ്യഞ്ജനവും സുരക്ഷിതമല്ല. പെരുംജീരകം, ജീരകം, ഉണക്കമുളക്, മല്ലി തുടങ്ങിയവ നന്നായി കഴുകി വെയിലത്ത് ഉണക്കിയെടുക്കണം. ഇല്ലെങ്കിൽ വിഷം ഉള്ളിച്ചെല്ലും. അതുപോലെ പാചകത്തിന് ഉപയോഗിക്കുന്നതിന് മുൻപ് പുളിയോ വിനാഗിരിയോ ബേക്കിംഗ് സോഡയോ ചേർത്ത വെള്ളത്തിൽ 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ഇട്ടുവെക്കണം. മുറിച്ചിടാവുന്നത് അങ്ങനെ ചെയ്യണം. തുടർന്ന് 2 വട്ടം നന്നായി കഴുകിയാൽ വിഷാംശം ഭൂരിഭാഗം പോകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇങ്ങനെയുള്ള വിഷാംശം ഉള്ളിൽ ചെല്ലുന്നത് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് അടിമകളാകും. ഇതൊക്കെ നമ്മളെ കൊണ്ട് തീറ്റിച്ചിട്ട് പറയും ക്യാൻസർ പകർച്ചവ്യാധി പോലെ പടർന്നു പിടിക്കുന്നുവെന്ന്. പനിയും പകർച്ചവ്യാധിയും പടർന്നു പിടിക്കുന്നത് പോലെയാണ് ക്യാൻസർ പടർന്നു പിടിക്കുന്നത്. നാൾക്ക് നാൾ രോഗബാധിതരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. നമ്മുടെ ആഹാരം കഴിക്കുന്ന രീതിയും ക്രമപ്പെടുത്തിയാലേ ഇതിനെ പിടിച്ചു നിർത്താൻ കഴിയൂ. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിന് പകരം രോഗം വരാതെ സൂക്ഷിക്കുന്നതല്ലേ എന്തുകൊണ്ടും നല്ലത്. പ്രേക്ഷകരുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുമല്ലോ.